ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡ് എൻട്രിന് പിന്നിലുള്ള ലോജിക്കാണ്. ഇന്ന് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലായിരുന്നു നിഫ്റ്റിയിൽ ഒരു എൻട്രി ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എൻട്രി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിരുന്ന ലൊക്കേഷൻ ഇതായിരുന്നു. സോ ഈ ലൊക്കേഷൻ എന്നുള്ളൊരു ട്രേഡ് എൻട്രി ആയിരുന്നു നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് ആക്ച്വലി നമ്മുടെ ഡൈനാമിക് സോണിനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി ആയിരുന്നു. സോ ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് ആ ഒരു ലൊക്കേഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തി, ആ ലൊക്കേഷന് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള ലോജിക്കാണ് ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് മീ ആദിൽ, വെൽക്കം സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ഇന്ന് നിഫ്റ്റിയുടെ മാർക്കറ്റിന് ഓപ്പൺ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ന്യൂട്രൽ ക്യാനിലാണ് ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതായത് ഫസ്റ്റ് 915 ക്യാനിൽ നോക്കി കഴിഞ്ഞാൽ ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ രീതിയിലുള്ള വിക്സുകൾ തന്നിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണെന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നിഫ്റ്റിയിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻ CPR സെറ്റപ്പ് ഒക്കെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻസ് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻസ് ഇതിൽ നിന്ന് മാർക്ക് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് ഒന്ന് പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ എന്ന് പറയുമ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടും ഹൈ, അതേപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ആണ്. സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈന്റെ മുകളിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിലാണെന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഗ്യാപ്പിനൊക്കെ ആക്ച്വലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്ന് ഫില്ല് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തു വീണ്ടും ഒരു റിവേഴ്സൽ ട്രേഡ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത് ഈ ഒരു ലെവലിലായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ നിന്നായിരുന്നു ആക്ച്വലി നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ബൈയിങ്ങിലോട്ട് പോകണം അല്ലെങ്കിൽ സെല്ലിംഗ് സൈഡിലോട്ട് പോകണം. അതായത് നമ്മൾ ഒരു ലൊക്കേഷൻ കണ്ടെത്തുക, ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യണം എന്നുള്ള ലൊക്കേഷൻസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ലെവലിലോട്ട് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഇവിടുന്ന് ഒന്നെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബുള്ളിഷ്നെസ്സിലോട്ട് പോകണം, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യണം. അതായത് ഈ ഒരു ലൊക്കേഷനിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്നെങ്കിൽ റിവേഴ്സൽ തരണം, ഈ ഒരു ട്രെൻഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡിന്റെ താഴത്തുള്ള കണ്ടിന്യൂഷൻ തരണം. സോ അങ്ങനത്തെ ഒരു ലെവൽസുകളായിരിക്കണം നമ്മൾ പൊതുവെ നിഫ്റ്റിയിലൊക്കെ നോക്കുന്ന സമയത്ത്, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ അനാലിസിലൂടെ കണ്ടെത്തേണ്ട ലെവൽസുകൾ. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. സോ ഈ ഒരു ലൊക്കേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് ഇന്ന് വീണ്ടും ഈ ഒരു റാലി മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ലൊക്കേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഒരു കാരണം, ഇത് പ്രീവിയസ് ആയുള്ള ഡേ ഹൈ ആണ്. പ്രീവിയസ് ആയുള്ള ഡേ ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രീവിയസ് ആയുള്ള ഡേ ഹൈ എന്ന് പറയുന്നത്, മാർക്കറ്റ് അന്ന് ഉണ്ടാക്കിയ ഹൈ. മാത്രമല്ല ഇത് പ്രീവിയസ് ആയുള്ള ഡേ ക്ലോസ്, അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത ലെവലും കൂടെ ആയിരുന്നു. സോ അവിടെ രണ്ട് കാര്യങ്ങൾ ഒരേ ടൈം ആക്ട് ചെയ്തു. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ ആക്ട് ചെയ്തു, പ്രീവിയസ് ആയിട്ടുള്ള ഡേ ക്ലോസ് ആക്ട് ചെയ്തു. സോ ഈ ഒരു ലെവലിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലും കൂടെ ആ ലെവൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഡൈനാമിക് സോൺ എന്ന് പറഞ്ഞൊരു സോൺ ഉണ്ട്. സോ ഈ ഒരു സോണിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു സോൺ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ സോണിന് പുതിയ റിവേഴ്സൽ മാർക്കറ്റ് തരാറുണ്ട്. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ ഒരു സോണിനാണ് ആക്ച്വലി ഡൈനാമിക് സോൺ എന്ന് പറയുന്നത്. ഈ സോണിന് മാർക്കറ്റ് അങ്ങോട്ട് റിവേഴ്സൽ തരാറുണ്ട്, ഇങ്ങോട്ട് താഴത്തോട്ടും റിവേഴ്സൽ തരാം. ഇതൊരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഈ മൂന്ന് കാര്യങ്ങളും ആക്ച്വലി ഈ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അതായത് പ്രീവിയസ് ആയുള്ള ഡേന്റെ ക്ലോസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ആയുള്ള ഡേ ഹൈ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഈ ഒരു സോൺ ആയിട്ട്, ഡൈനാമിക് സോൺ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മൂന്ന് സോണും ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ അതിന് പൊതുവെ കോൺഫ്ലുവൻസ് എന്ന് പറയും. ഈ ഒരു മൂന്ന് സോൺ ഒരേ ടൈം ആക്ട് ചെയ്യുന്ന സമയത്ത് അത് കോൺഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാറും. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് മീൻസ് ഈ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് വന്നിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്ത് ഈ ഒരു റാലി ഇന്ന് നിഫ്റ്റി നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ വേറെ രീതിയിൽ ടെക്നിക്കലി അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ സംഭവം മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് കൂടെ നടന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്, ഈ ഒരു ലെവലിലാണ് ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. മാർക്കറ്റ് ഈ ലെവലിലോട്ട് വന്നു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഗ്യാപ്പ് ഇന്ന് മാർക്കറ്റ് ഈ ഒരു റാലി, മുകളിലോട്ടുള്ള റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ ആണ്. നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലോട്ട് ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ആയിരിക്കും ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് കോൺഫറൻസുകൾ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ, ഡേ ക്ലോസ്, അതേപോലെ നമുക്ക് എന്തുണ്ടായിരുന്നു
ഡൈനാമിക് സോണും കൂടെ ഉണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡൈനാമിക് സോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൈനാമിക് സോൺ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ആയുള്ള ക്ലാസ്സുകൾ പ്രീവിയസ് ആയുള്ള വീഡിയോസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പൊതുവെ ഒരു ഡൈനാമിക് സോൺ നമ്മളൊരു ബേസ് ഫോം ചെയ്തിട്ട് അതിൽ നിന്നുള്ള ബ്രേക്കാണ് ആക്ച്വലി നമ്മൾ എടുക്കുക. ഒരു ബേസ് ഫോം ചെയ്ത് ഒരു ബ്രേക്കാണ് എടുക്കുക. സോ ഇവിടെ എവിടെയാണ് ബേസ് ഫോം ചെയ്ത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എവിടെയാണ് ബേസ്, ഈ ലൊക്കേഷനിലൂടെ എത്തിയിട്ട് എവിടെയാണ് ബേസ് ഫോം ചെയ്തെന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇവിടെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവല്, ഈ ഒരു ഡൈനാമിക് സോണിന്റെ ഈ ഒരു ലെവല്, ഇതാണ് ആക്ച്വലി ബേസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബേസ് ഇതാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നേരെ താഴത്തോട്ടുള്ള എൻട്രി ആണ് ആക്ച്വലി ട്രിഗർ ആയത്. താഴത്തോട്ടുള്ള എൻട്രിയിലോട്ട് ആക്ച്വലി താഴത്ത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് മുകളിൽ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ താഴെ വീണ്ടും വരും എന്നുള്ള, അവിടുന്ന് സെൽ ഓഫ് വീണ്ടും താഴത്തോട്ട് വരും എന്നുള്ള രീതിയിൽ മീൻസ് ആ രീതിയിൽ നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. കാരണം നമുക്ക് എൻട്രി ഫസ്റ്റ് ഈ ഒരു ബേസിന് താഴത്തോട്ടുള്ള ട്രിഗറിങ്, താഴത്തോട്ടുള്ള ബ്രേക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന രീതിയിലുള്ള ട്രേഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പൊതുവെ ഡൈനാമിക് സോൺ എന്നുള്ള ട്രേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിവേഴ്സൽ ട്രേഡുകൾ എന്നാണ്. ഡൈനാമിക് സോണിന് റിവേഴ്സൽ ട്രേഡിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരു ഡൈനാമിക് സോൺ ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു രണ്ട് ലെവൽ ഡൈനാമിക് സോൺ ആണ്. പൊതുവെ ഡൈനാമിക് സോൺസുകൾ ഉണ്ടായാൽ നമ്മൾ ഈ ഒരു സോണ് സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് മുകളിലുള്ള ഈ ഒരു സോൺ സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ താഴെയുള്ള ഈ ഒരു സോൺ ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് പൊതുവെ ഡൈനാമിക് സോണിൽ ഉണ്ടാവും. ഒരു സപ്ലൈ ഡിമാൻഡ് ആക്ട് ചെയ്യുന്ന രണ്ട് ലെവൽസുകളാണ് ഉണ്ടാവും. സോ മാർക്കറ്റ് ഈ ഒരു ലെവൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഈ ലെവലിലോട്ട് എത്തുന്ന സമയത്ത് മാർക്കറ്റ് താഴത്തോട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ലോജിക് എന്ന് പറയുന്നതാണ് ലൈക്ക് ആ റിവേഴ്സൽ ട്രേഡുകളാണ് അധികം ഉണ്ടാവാറ്. പക്ഷെ ചില സമയത്ത് എന്ത് വരാറുണ്ട്, ഇങ്ങനെ ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടാവാറുണ്ട്. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ കൈൻഡ് ആയിട്ടുള്ള ഇത്തരം ടൈപ്പ് ആയിട്ടുള്ള റിവേഴ്സലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഡൈനാമിക് സോണിൽ കൊടുക്കേണ്ടത്. സോ ഇന്ന് മാർക്കറ്റിൽ നടന്നത് ആക്ച്വലി ആ ഒരു റിവേഴ്സലാണ് ഇന്ന് നടന്നത്. നമ്മൾ പ്രീവിയസ് ആയുള്ള ദിവസത്തെ മാർക്കറ്റിനൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡൈനാമിക് സോണിലുള്ള റിവേഴ്സലുകളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നടക്കാറ്. സോ നമുക്ക് ഈ ഒരു ബേസ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് പിന്നീട് ബേസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഈ ഒരു ലെവലാണ് ബേസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഈ ബേസ് എന്നുള്ള ബ്രേക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി പോകാൻ പറ്റും. ഇവിടെ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു 47 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കുന്ന സമയത്ത് 47 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെയാണ് വരുന്നത്. 47 പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 25 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് ഓപ്ഷൻസിൽ നിഫ്റ്റിയിൽ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിൽ വരിക. സോ നമുക്ക് ഇതിന്റെ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് പ്രീവിയസ് അല്ല അന്നത്തെ ഡേ ഹൈന്റെ ലെവൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ആക്ച്വലി മാർക്കറ്റ് ഇവിടെ നിന്ന് ടേൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ലെവലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. സോ ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് നമ്മൾ കണ്ടെത്തിയിട്ട് ആ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുത്തുന്നുള്ളതാണ്. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ ആയിരുന്നു. ഈ ലൊക്കേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോൺഫ്ലുവൻസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ക്ലോസ്, അതേപോലെ ഡൈനാമിക് സോൺ. ഈ 3 കോൺഫ്ലുവൻസ് ഇവിടെ നടന്ന ഈ ലൊക്കേഷനിലാണ് നമ്മൾ എന്തുണ്ടായിരുന്നു, ട്രേഡ് എൻട്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലോട്ട് എത്തുന്ന സമയത്ത് ഏതൊരു ലൊക്കേഷൻ ആണോ ആ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, മാർക്കറ്റ് ബൈയിങ്ങിലോട്ടോ സെല്ലിങ്ങിലോട്ടോ പോകുന്ന ഒരു നല്ലൊരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ആ ലൊക്കേഷനിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ കൺഫർമേഷൻ വെച്ചിട്ടുള്ള മറ്റുള്ള ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസിനാണ്. ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ നല്ല രീതിയിൽ അനാലിസിസിലൂടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡൈനാമിക് സോണിന്റെ ലോജിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അതിൽ നമ്മൾ നോക്കേണ്ടത് റിവേഴ്സലുകളാണ്. അപ്പം നമുക്ക് ഇന്ന് ഡൈനാമിക് സോണിന്റെ ലെവലുകൾ ഉണ്ടായിരുന്നത് ഈ 2 ലെവലായിരുന്നു. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള റിവേഴ്സലിനാണ് ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള റിവേഴ്സലിനാണ് ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ബട്ട് ചില കേസിൽ എന്ത് ചെയ്യാറുണ്ട്, ബ്രേക്ക് ഔട്ടുകൾ നടത്താറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി റിവേഴ്സലുകൾ തന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഈ ഡൈനാമിക് സോണിൽ.